ആണൊരുത്തനെ ഇങ്ങനെ വിഡ്ഢിയാക്കുന്നത് കാണുമ്പോഴാ കണ്ടില്ലേ തെക്കേക്കരക്കാരുടെ നോട്ടീസാ. ദേശക്കാരുടെ ഗജവീരൻ ആനപ്രേമി കൃഷ്ണപ്രസാദിന്റെ ആന അർജുനൻ. ലക്ഷങ്ങൾ കൊടുത്ത് ആനയെ വാങ്ങിയവൻ ഔട്ട്, വെറുതെ കിട്ടിയവൻ ഉടമസ്ഥൻ. കഷ്ടം. ആനയെ നഷ്ടപ്പെടുന്നത് പോട്ടെ, ഉടമസ്ഥൻ പോലും അറിയാതെ ആനയെ എഴുന്നള്ളിക്കാൻ നൽകാന്ന് വെച്ചാല് രൂപ 3 ലക്ഷമാവും വാങ്ങിയത്. രമേശ മുതലാളി മണ്ടനായ കഥ ഈ നാട്ടിൽ മുഴുവൻ പാട്ടാ. ഞാൻ എന്താ ചെയ്യാ, വാക്ക് പറഞ്ഞു പോയില്ലേ. പോയി തൊലയാൻ പറ. വാക്ക് എടോ, രോഗം മാറ്റിയെന്ന് കരുതി ഡോക്ടറുടെ ആവൂ രോഗി. തന്റെ നന്മയ്ക്ക് വേണ്ടിയാ പറയുന്നത്. ഒരു ആന ഉടമയുടെ ദുഃഖം എനിക്കറിയാം. അവര് ലോട്ടറി അടിച്ചില്ലേതാ, ആ കാശിന് വിലയില്ലാത്തവന് ഉഗ്രനൊരു ആന. അവന്റെ ആന നാളെ ഇറങ്ങിയാൽ താൻ ചമ്മും. പിന്നെ നാട് വിടുക ഭേദം. നാളെ നടക്കുന്ന തലയെടുപ്പ് മത്സരത്തിൽ അവന്റെ ആന ഇറങ്ങരുത്. അങ്ങനെ താൻ തന്നെയാണ് ഉടമസ്ഥനെന്ന് നാട്ടുകാരെ മുഴുവൻ അറിയിക്കണം. ഞാനുണ്ട് കൂടെ, ധൈര്യമായിട്ട് പോ. ഇന്ന് നടക്കുന്ന തലയെടുപ്പ് മത്സരത്തിൽ അർജുനൻ തിരമ്പേറ്റുന്നതോടെ നമ്മുടെ എല്ലാ കഷ്ടകാലങ്ങളും തീരും. നീ നോക്കിക്കോ. ഒന്ന് എടുത്ത് പിടിച്ചടാ. പ്രസാദേ, എന്റെ ആന ഇങ്ങോട്ട് തടാ. എന്താ പറഞ്ഞത് മനസ്സിലായില്ലേ? എന്റെ ആന ഇങ്ങോട്ട് തരാൻ. രമേശേട്ടാ, എന്തായി പറയുന്നത്? നീ എന്താ പൊട്ടം കളിക്ക? അങ്ങനെ എന്നെ മണ്ടനാക്കിട്ട് നീ ഷൈൻ ചെയ്യണ്ട. പോയി അഴിക്കടാ. അയ്യോ വേണ്ട വേണ്ട, ആരെ അഴിക്കരുത് അഴിക്കരുത്. രമേശേട്ടാ, ചുമ്മാ ഓരോന്ന് കാണിച്ചു കൂട്ടരുത് പ്ലീസ്. ഞാൻ കാല് പിടിക്കാം. ഇന്നത്തെ ഒറ്റ ദിവസത്തേക്ക് എനിക്ക് എന്റെ അർജുനെ വിട്ടുതരണം. പിന്നെ പിന്നെ എങ്ങോട്ടേക്കാണെന്ന് വെച്ചാൽ കൊണ്ടുപോയിക്കോ. വേണ്ട, എനിക്കൊരു പുല്ലും കേൾക്കണ്ട. വാടാ. വേണ്ട വേണ്ട രമേശേട്ടാ, രമേശേട്ടാ, ഞാൻ പറയുന്നത് കേൾക്ക്. രമേശേട്ടാ പ്ലീസ്. സമ്മതിക്കില്ല ഞാൻ. ഇത്രയും നാള് നിങ്ങൾ എവിടെയായിരുന്നു? അവനെ കൊല്ലാൻ വരാൻ നോക്കിയവനല്ലേ നിങ്ങള്? അവനെ എല്ലാം നഷ്ടപ്പെടുത്തി സംരക്ഷിച്ചവനാ ഞാൻ. എനിക്ക് ഇന്നത്തെ ഒരു ദിവസം കൂടി അവനെ സംരക്ഷിക്കാനുള്ള അധികാരമുണ്ട്. നീ അത്രക്കായോ? എന്നാ ഒന്ന് കാണണല്ലോ. നായിന്റെ മോനെ, നീ എന്നെ തല്ലിയല്ലേ? വിടില്ല ഞാൻ. ഈ രമേശൻ ജീവിച്ചിരിക്കുമ്പോ നിന്റെ ആന ഇറങ്ങില്ല. ഇനി എനിക്കൊരു വാശിയ. വാടാ. സംഗതി കുഴപ്പമോ? അറിയാതെ സംഭവിച്ചു പോയി പപ്പേട്ട. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ല? അവനെ പണം കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങി അടിന്റെ കടിയും കൊണ്ടുവന്നിരിക്കുന്നു. നോക്കി നിൽക്കാതെ പോയി കൊണ്ടുപോകണം അതിനെ. അവൻ തടയണമെന്ന് കാണണമല്ലോ. വടക്കേപ്പാട്ട് കൃഷ്ണപ്രസാദ് നിങ്ങളാണോ? അതെ സർ. ഈ ആനയെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള ഓർഡർ. സാർ പ്ലീസ്. ഈ ആനയുടെ യഥാർത്ഥ ഉടമസ്ഥൻ നിങ്ങളാണോ? ആണോന്നാ ചോദിച്ചത്? അല്ല സർ. ഈ ആനയുടെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ആണിത്. യഥാർത്ഥ ഉടമസ്ഥൻ മാമ്പിളി രമേശനാണ്. അയാളുടെ പരാതി പ്രകാരം ഞാൻ ഈ ആനയെ കസ്റ്റഡിയിൽ എടുക്കണം. പ്ലീസ്, ഇന്നത്തെ ഒറ്റ ദിവസത്തേക്ക് അഴിക്കണോ? സമയത്തിന് വരുന്നേ. നിങ്ങൾ രണ്ടുപേരും എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെല്ല്. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞ് കുറച്ച് നേരത്തേക്ക് പിടിച്ചു നിൽക്ക്. അപ്പോഴേക്കും ഞങ്ങൾ എത്തും അർജുനുമായിട്ട്. അതെ, അറിയാലോ, ഉച്ചപൂജ കഴിഞ്ഞ് നടക്കുന്നതിന്റെ മുമ്പ് അവിടെ എത്തണം. അതാ ക്ഷേത്രാചാരം. അല്ലെങ്കിൽ ജയ അവർക്കാവും, മറക്കണ്ട. വരും, ഉറപ്പ്. ഇല്ലെങ്കിൽ മരിച്ചു എന്ന് കണക്കാക്കിയാ മതി. വടക്കേക്കരക്കാരും തെറ്റി. നമ്മുടെ അതിനെ കാണാനല്ലോ. ഈ പ്രസാദം എവിടെ പോയി കിടക്കാ? വരൂന്ന്. വേണ്ട, അവനെങ്ങോട്ട് വിടണ്ട. വേണ്ട. എനിക്ക് രമേശേട്ടൻ ഒന്ന് കാണണം. സാധിക്കില്ല. സാധിക്കില്ലെന്ന് പറഞ്ഞില്ല. പ്ലീസ് രമേശേട്ടാ, എനിക്ക് അർജുനെ വിട്ടു തരണം. പറ്റില്ലാന്ന് പറഞ്ഞില്ലേ? ആടി കേടാക്കാതെ പോകാൻ നോക്കണം. എനിക്ക് അർജുനെ കൊണ്ടുപോയേ പറ്റൂ. രമേശേട്ടാ സാധിക്കില്ല. എനിക്കിത് കൊണ്ടുപോകും. പിടിച്ച് പുറത്താക്കവനെ. കുറെ നേരമായി ഞങ്ങളിവിടെ കാത്തുകെട്ടി കിടക്കുന്നു. എന്താ പരിപാടി? എന്താ പരിപാടി?
സമയായി എന്താ അത്ര വൈകണ? വരും തന്ത്രികൾ. എന്താ രാമനാരെ അവനെ കാണാനില്ലേ? അവസാനം ചതിവാവോ? അവൻ വാക്ക് പറഞ്ഞ വാക്കാ. അവൻ വരും. എന്താ തിരുമേനി പ്രസാദ് എവിടെ? അവൻ വരും, ഇപ്പൊ തന്നെ വരും. ആനെ അമ്പലത്തിൽ തൊഴിലിട്ട് വരാതിട്ട് നിൽക്ക, സമാധാനായിട്ട് ഇരിക്കുക. അയാള് വരാൻ്റെ എങ്ങനെയാ? അല്ല, തെക്കേക്കരക്കാർ ആനയ്ക്ക് പകരം രാമനാരായണോ എഴുന്നള്ളിക്കുന്നത്? ആനയെ കണ്ടില്ല. രാമനാര് സമാധാനായിട്ട് ഇരിക്കുക. അയാൾ ആനയെ കൊണ്ടുവരും. നട അടക്കാറായി, കാണുന്നില്ലല്ലോ. അവൻ വരില്ലേ? അയാളെ ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇതെല്ലാരും കൂടെ ചേർത്ത് ഒത്തുകളിയാ. ആന അതിന്റെ യഥാർത്ഥ ഉടമസ്ഥ കൊണ്ടുപോയി കഴിഞ്ഞു. സർക്കാരിന് കിട്ടിയ ആനയ്ക്ക് 3 ലക്ഷം രൂപ ഏക്കം കൊടുക്കുമ്പോ ഓർക്കണമായിരുന്നു. പോലീസ് കസ്റ്റഡിയിലാ. നിങ്ങൾ മണ്ടന്മാരുമായി. ഈ കെട്ടത് ശരിയാണോടാ? ഞാനാ പറയണേ, നിങ്ങൾ ബഹളം കൂട്ടാതിരിക്കുക, അല്പം കൂടി ക്ഷമിക്കുക. അവ ആനയായിട്ട് ഇപ്പൊ വരും. കുട്ടിയായില്ലേ രാമനാഥ്? അവൻ ചതിക്കുന്നു. അപ്പൊ കിട്ടില്ല. ഇപ്പൊ എന്തായി? എങ്ങോട്ടാ? എന്താ കാര്യം? ചുമ്മാ വലിഞ്ഞേറി അങ്ങ് പോയാലോ? നിങ്ങൾക്കാരാ? Shut up. First salute, then talk. I'm SPC Inspector Babu Shahid. സർ. Now I want police help. സർ. Come on. അർജുനൻ എന്ന് വിളിക്കുന്ന നിങ്ങളുടെ ആനയെ ഞാൻ കസ്റ്റഡിയിലെടുക്കും. അണ്ടർ ഡൗട്ട്ഫുൾ സർക്കംസ്റ്റൻസസ്. സംശയകരമെന്ന് തോന്നുന്ന ഏത് സാഹചര്യത്തിലും ഒരു അനിമലിനെ കസ്റ്റഡിയിലെടുക്കാൻ ഈ അനിമൽ ഇൻസ്പെക്ടർക്ക് അധികാരമില്ല. ഞാൻ സമ്മതിക്കില്ല. സമ്മതിക്കണം. പറ്റില്ല. നിങ്ങളെ പോലുള്ളവരെ സമ്മതിപ്പിക്കാനാണ് സർക്കാർ തൊപ്പിയും കാക്കിയും ശമ്പളവും കൊടുത്ത് പോലീസിനെ നിയമിച്ചിരിക്കുന്നത്. മനസ്സിലായോ മിസ്റ്റർ രമേശ്? ഒരു കാര്യം മനസ്സിലാക്കി. നിങ്ങളെ വിഡ്ഢിയാക്കാൻ നോക്കുന്നത് പ്രസാദ് അല്ല, അനിരുദ്ധനാണ്. ഈ ജോസഫിനെ കൊണ്ട് പറയിപ്പിച്ച് നിങ്ങളുടെ ആനയെ വിഷം കൊടുത്ത് കൊല്ലിക്കാൻ ശ്രമിച്ചവനാണ് അവൻ. എന്തിനാണെന്നറിയോ? അവന്റെ ആനയേക്കാൾ തലയെടുപ്പുള്ള ഈ അർജുനൻ ഭൂമിയിൽ ഇല്ലാതിരിക്കാൻ. പുളിയിലക്ക ഉത്സവത്തിന് വന്നാൽ നിങ്ങളുടെ ഈ അർജുനൻ തിടമ്പേറ്റി ശ്രേഷ്ഠനായി നിൽക്കുന്ന കാഴ്ച കാണാം. അതല്ല മറിച്ച് എന്നെ ഉദ്യോഗത്തിൽ നിന്ന് തെറിപ്പിക്കാനാണ് പരിപാടിയെങ്കിൽ അത് ഈ ബാബു ഷാഹിദിന് കിളയ്ക്കാൻ ഒരു തൂമ്പയും ചൊരത്ത റബ്ബർ മരങ്ങളും ഉണ്ടെങ്കിൽ ഒരുത്തനെയും പേടിക്കണ്ടെന്നാ എന്റെ ബിവി ഖദീജ എന്നോട് പറഞ്ഞിട്ടുള്ളത്. പ്രസാദ്, ഞാൻ നിന്റെ അർജുനെ വിട്ടുവന്നിരിക്കുന്നു. ചെല്ല്, ദേവസ്വത്തിൽ പോയി നെറ്റിപ്പട്ടം കടിച്ച് നീ അവനെ ക്ഷേത്രത്തിലെത്തിക്കേ. വേഗം. Be diabolic, man. ഇതിന്റെയൊക്കെ വല്ല കാര്യം അവന്റെ തൊഴിലാളി കൊണ്ടുപോയിട്ടാ. അന്നേ ഞാൻ പറഞ്ഞതാ ഈ വേണ്ടാത്തരത്തിന് വിട്ടരുതെന്ന്. അവിടെ അടി തുടങ്ങിയിട്ടാ 3 ലക്ഷം രൂപയാണ് ഒക്കെ വാങ്ങിച്ചു. അല്ല, അതിന് സമാധാനം പറഞ്ഞേ പറ്റും. പറയാണ്ട് തന്നെ ഇവിടുന്ന് വിടുന്ന പ്രശ്നമില്ല. അതോ ഇനി ദേവേന്ദ്ര നഷ്ടം മുത്തുപ്പണിക്കർ വിചാരിച്ചാലും അങ്ങനെ വിചാരിച്ചാലും ആന വരുന്ന പ്രശ്നമില്ല. മുത്തുപ്പണിക്കർക്ക് എന്താ രാമനാരി അങ്ങനെ വൈകുന്നേ? ഞാനിപ്പോ എന്താ പറയാ? നിർത്ത. അയാളെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നടയടക്കാൻ സമയമായി. തന്ത്രികളെ ചെന്നാട്ടെ. ബലരാമന് തിറമ്പ് കൊടുക്കും. ഇത്തിരി നേരം കൂടി ഉണ്ടല്ലോ നടയടക്കാൻ. ആരെ കാക്കാനാ? അവൻ വരില്ല. ചെല്ല്, പോയി നിങ്ങൾ സന്തോഷിക്കാനും വരട്ടെ. അർജുനനെ ഞാൻ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയുണ്ടല്ലോ സമയം. അതിനുള്ളിൽ അവനിവിടെ എത്തും. അതുവരെ തന്ത്രി കാണിക്കണം. നിങ്ങൾ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. അവ എത്തരുത്. നടയടയ്ക്ക് മുമ്പ് അവൻ വരാൻ പാടില്ല. എന്നാലും വേണ്ടില്ല. 5 മിനിറ്റ് ശ്രമിക്കൂ. നടയടയ്ക്കാൻ വരട്ടെ. അർജുൻ ഇപ്പൊ വരും. അതെ, ഇനി കാത്തിരിക്കുന്നത് അർത്ഥമില്ല. ഇതെല്ലാവരുടെ ചേർന്നുള്ള തട്ടിപ്പാ. ഇനി ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റില്ല. ഇവര് പറയുന്നത് മാത്രം കേൾക്കാതെ തന്ത്രിയെ നടയടച്ചാട്ടെ. എന്ന് നടയടക്കാം.
മാനം കാത്തു. ആർക്കടാ അളക്കേണ്ടത്? അളക്കടാ, അളക്ക്. ഗുരുവായൂരപ്പനാണ് സത്യം, മണക്കേണ്ട കാര്യമില്ല. കണ്ടാൽ അറിയില്ലേ അർജുനൻ തന്നെ. കണ്ടോടാ, എന്റെ അർജുനൻ തലപൊക്കി പിടിച്ചു നിൽക്കുന്ന കണ്ടോടാ. ഇതാണ് സിദ്ധാന്റെ ഇടി. പിടിച്ചോ. ഇതിൽ ഒരെണ്ണം അനിരുദ്ധ മുതലാളി കൊടുത്തോ, ബാക്കി പ്രസാദ് ചെയ്തോളും. ണ്ടല്ലോ ഈ വന്നിന്റെ ചവിട്ടി കേറി. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. വെറുതെ എന്നെ ഉപദ്രവിക്കാൻ വന്നുണ്ടല്ലോ. പോടാ. ചവിട്ടിപ്പോ കൊണ്ടേനെ. പ്രസാദേ, ഈ നിമിഷം മുതൽ അർജുനൻ നിന്റേതാ. നിന്റേത് മാത്ര. ഇനി അവനെ നോക്കാൻ നിനക്ക് മാത്രമേ യോഗ്യതയുള്ളൂ. ഇത് വെറും വാക്കല്ല. ഈ നിൽക്കുന്ന ദേശക്കാരെയും ഭഗവതിയെയും സാക്ഷി നിർത്തി ഞാൻ തരുന്ന വാക്കാ. ഇത് ഒരിക്കലും മാറില്ല. അർജുനൻ നീ എടുത്തോടാ. വേണ്ട രമേശേട്ടാ, അർഹിക്കാത്ത ഒന്നും എനിക്ക് വേണ്ട. ഞാൻ പൂവേ എങ്ങോട്ട്? ഉത്സവം കൂടാതെ നിന്നെ ഞങ്ങൾ വിടില്ല. വേണ്ട രാമേട്ടാ, ഒരു നിമിഷത്തേക്കെങ്കിലും നിങ്ങളും എന്നെ വിശ്വസിച്ചില്ലേ? ഞാൻ പോവാ. നിർത്തി, ഇന്നത്തോടെ എല്ലാം നിർത്തി. ആനക്കമ്പവും ഉത്സവവും എല്ലാം ഞാൻ പോവാ. ഇല്ല, ഞങ്ങൾ വിടില്ല. അർജുനെ വിട്ട് പോകാൻ പറ്റുമോ? പോവരുത്. ഏയ് മോനെ വേണ്ട, അവനെ തടയണ്ട. ബാബു സാർ എന്ത് ഭ്രാന്തായി പറയുന്നത്? ഭ്രാന്തല്ല, സത്യ. ഇങ്ങനെ വിളിച്ചാൽ അവൻ നിൽക്കില്ല. ഉത്സവം തുടിക്കുന്ന മനസ്സാവന്. എത്ര വലിയ പിണക്കമുണ്ടെങ്കിലും പരിഭവമുണ്ടെങ്കിലും ദേഷ്യമുണ്ടെങ്കിലും ആ മനസ്സൊന്ന് അലിയാൻ ഒരൊറ്റ മൂലിയേ ഉള്ളൂ. ഒരു ഡയബോളിക് സൂത്രം. രാമനാരത് മറന്നു. എക്സ്ക്യൂസ് മീ, ഒരു മിനിറ്റ് ഇപ്പൊ തരാം.